ഞാനിപ്പോൾ ഉള്ളത് മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള വഴിയിലാണുള്ളത്. നമ്മൾ കൽഹട്ടി ചുരം കയറിയിട്ടാണ് ആ വഴി. പോകുന്ന വഴിക്ക് കൽഹട്ടിയിൽ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റൈഡർ ഗൈസിന്റെ ഈ യാത്ര. അപ്പോൾ റൈഡർ ഗൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ഈ ഒരു പാത കടന്നു പോകുന്നത് മുതുമല ടൈഗർ റിസർവിനകത്തൂടെയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇരുവശവും. നല്ല തിക്ക് ഫോറസ്റ്റാണ്, നല്ല പച്ചപ്പാണ്. അതേപോലെ തന്നെ നന്നായി ശ്രദ്ധിക്കുകയും വേണം, കാരണം ഏത് സമയത്തും അനിമൽ ക്രോസിംഗ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ചുരം കയറാൻ തുടങ്ങായി. 36 ഹെയർ പിൻ ബെൻസ് ഉള്ള ഈ ചുരം കുറച്ച് അപകടം പിടിച്ചതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്യാൻ. അങ്ങനെ നമ്മൾ മസനഗുഡിയിൽ നിന്ന് മുതുമല ടൈഗർ റിസർവിനകത്തൂടെയുള്ള സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 18 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് കൽഹട്ടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്. ഇവിടെ നിന്നാണ് നമുക്ക് വാട്ടർഫാൾസിലേക്ക് പോകേണ്ടത്. ഇവിടെയുള്ള പാലത്തിന് മേലെ നിന്നുള്ള കാഴ്ചയാണ്. അങ്ങനെ നമ്മൾ കൽഹട്ടി ചുരം കയറി ഇപ്പോൾ കൽഹട്ടി ചെക്ക് പോസ്റ്റിന് അടുത്തുള്ളത്. ഇവിടെ നമ്മൾ ഊട്ടിയിൽ നിന്ന് മസനഗുഡിക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ നിന്ന് നമ്മൾ ഊട്ടി ചുരം ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാ വണ്ടിയും ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തു. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. വണ്ടി ഒന്ന് കൂളായതിന് ശേഷം പിന്നെ താഴോട്ട് ഇറക്കി വിടുള്ളൂ, കാരണം അത്രയും ഡേഞ്ചർ ചുരമാണ്. 36 ഹെയർ പിൻ ബെൻഡ് ഉണ്ട്. ഈ കൽഹട്ടി ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് പോകുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നു വേണം വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് പോകാൻ. നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് എൻ്റെ പുറകെ കാണുന്നത്. നമ്മൾ വന്ന റോഡാണ് ആ കാണുന്നത്. ആ മലഞ്ചെരുവിൽ അങ്ങ് ദൂരെ വരെ ആ ഒരു ചുരത്തിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഈ നീലഗിരി കുന്നുകൾ കാണാൻ നല്ല രസമാണ് കാണാൻ. ഇപ്പൊ സമയം 1 മണിയായി. നല്ല തണുത്ത കാറ്റാണ്. നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ല അധികം ചൂടില്ല. ആ 1 മണി ആയതുകൊണ്ട് ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിലങ്ങനെ നല്ല ചൂടായിരിക്കും. നല്ല അടിപൊളിയാണ്. ഈ ജീപ്പ് കണ്ടില്ലേ, ഇത് മസനഗുഡിയിൽ നിന്ന് അവർ ഹയർ ചെയ്ത് വരുന്ന വണ്ടികളാണ്. അപ്പോൾ ഇവര് നിങ്ങൾക്ക് 3 ടൂറിസ്റ്റ് സ്പോട്ട് കാണിച്ചു തരും. 2500 അവർ ചാർജ് ചെയ്യുന്നത്. ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ഈ വഴിക്ക് നമ്മൾ നേരെ താഴേക്ക് വാട്ടർഫാൾസിലേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ബാക്കി നമുക്ക് ആ കാഴ്ച നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പോൾ അതാണ് നമ്മളെ കൽഹട്ടി വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ്. അപ്പോൾ താഴോട്ട് നമുക്ക് ഇനി കുറച്ചുകൂടെ ഇറങ്ങി ചെല്ലാനുണ്ട്. ബാക്കി നമുക്ക് അതിന്റെ നേരെ അടുത്ത് പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മളത് ഊട്ടിയിൽ നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും കാണാത്തൊരു സ്ഥലമാണ് ഈ കല്ലട്ടി വാട്ടർഫാൾസ്. നല്ല, കാരണം ഊട്ടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കില്ല. അത്രയും സമയം വേണം ഓരോ സ്ഥലത്ത് എത്തിപ്പെടാൻ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഈ കല്ലട്ടി ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് കല്ലട്ടി ചെക്ക് പോസ്റ്റിലേക്ക്. അവിടുന്ന് കുറച്ച് നടന്നു വരണം. അപ്പോൾ അതിനൊക്കെ പ്ലാൻ ചെയ്ത് വരാം. ആ വാട്ടർഫാൾസിന്റെ തൊട്ടടുത്ത് ആ വാട്ടർഫാൾസിൽ നിന്ന് വെള്ളം ഒഴുകി പോകുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ വരുന്ന വഴിക്ക് ഇതിന്റെ സൈഡിലൂടെ വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വാട്ടർഫാൾസിന്റെ അടുത്തെത്തി. ഇതിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് റൈഡർ ഗൈസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കൽഹട്ടി വാട്ടർഫാൾസ്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന അത്യാവശ്യം വെള്ളമുള്ള സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ വെള്ളമൊക്കെ കയറി ഇറങ്ങിപ്പോയ ഒരു ഫീലാണ്, ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക. അത്രയും ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ അത്രയും നല്ല മഴ പെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫുൾ ഹൈറ്റ് ഫീൽ ചെയ്യില്ല, കാരണം ഒരുപാട് ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. അത് നമുക്ക് കുറച്ച് പുറകിൽ പോയിട്ട് ആ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം.
അത്യാവശ്യം ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. നമ്മൾ തൊട്ടടുത്തതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. ഇത് നമ്മൾ കുറച്ച് മാറി പുറകിലേക്ക് നിന്നിട്ടാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കല്ലടി വാട്ടർഫാൾസിൽ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോവാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഊട്ടിയിൽ നിന്നാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഈ കല്ലടി ചെക്ക് പോസ്റ്റിലേക്ക്. അപ്പോൾ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു സമയത്ത് വരിക. കാരണം അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാതിരിക്കുക. ആ പോകുന്ന വഴിക്കൊക്കെ ആനിമൽസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ റൈഡർ ഗൈസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇറ്റ്സ് മീ സുഫി, സൈനിങ് ഓഫ്.